നമ്മുടെ ജോൺ പോൾ റൈറ്റർ ഡയറക്ടർ ആയിട്ടുള്ള ആശാൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. അപ്പോൾ സാധാരണ നമ്മുടെ ചാനലിൽ അങ്ങനെ സിനിമ റിവ്യൂസ് ഒന്നും പറയാറില്ല. ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ മലയാളത്തിലെ ഒന്ന് രണ്ട് പ്രമുഖ റിവ്യൂവേഴ്സ് എക്സ്ട്രീം പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു. അതായത് വാട്ട് എ മൂവി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റിവ്യൂ. അപ്പം ഞാൻ വിചാരിച്ചു സംഭവം കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം സിനിമയ്ക്കുള്ളിൽ സിനിമ ഡിസ്കസ് ചെയ്യുന്നതാണ്, കണ്ടു നോക്കണം. അത് കഴിഞ്ഞ് വളരെ റീസെൻ്റ് ആയിട്ട് മലയാളത്തിലെ മറ്റൊരു പ്രമുഖ യൂട്യൂബർ റിവ്യൂവർ എക്സ്ട്രീം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. കാരണം നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്, നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കണ്ടത്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് അനുഭവമാണ് സിനിമ തന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ല. അത് എന്ന് വെച്ചാൽ നിങ്ങൾ സിനിമ കാണരുതെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ അതിനൊരു ആത്മാവ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും എന്താ പറയുക, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സബ്ജക്റ്റിനെ കൊണ്ടുവന്ന് അത് സിനിമയ്ക്ക് അകത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ടാസ്ക്കാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷന് ഒത്തായിട്ടില്ല. എനിക്ക് ബേസിക്കലി ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഉത്തമ വില്ലനാണ്, കമലഹാസൻ്റെ. അതൊരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ആ ഒരു പാഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് സിനിമ വിത്തിൻ സിനിമ എന്ന് പറയുന്നത് അതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ജിഗർ ഥണ്ട ഡബിൾ എക്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമ മോശമാണെന്നല്ല പറയുന്നത്, ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്. പക്ഷേ എനിക്ക് ബേസിക്കലി തോന്നിയത് ഇതിൻ്റെ സംഗീതം, അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ, ഒരു പാറ്റേൺ എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഈ ജോൺ പോൾ ഗപ്പിയുടെ ഒരു എന്താ പറയുക, പ്രേതത്തിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുള്ള പോലെ ഇപ്പോഴും ഗപ്പിയുടെ ഒരു പ്രേതം ആവേശിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ സജഷനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൽ നല്ല വശങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ഈ പറയുന്ന പോലെ ജോമോൻ ജ്യോതിർ, പുള്ളി വളരെയധികം ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയെ വളരെ നല്ലൊരു റോളിൽ ഇത്തിരി എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ പുള്ളിക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റി എന്നുള്ളത്. പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ റോളൊക്കെ ഇറ്റ്സ് എ കേക്ക് വാക്ക്. ഇന്ദ്രൻസിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ കേക്ക് വാക്ക്, വേറൊന്നും പറയാനില്ല. പക്ഷേ അങ്ങനെ ഒരു റോൾ ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെ തോന്നി. ഇപ്പോൾ നമ്മൾ ഹോം എന്നുള്ള സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അവിടെ തോന്നുന്നത്. ഇവിടെ എന്തൊക്കെയോ ആ ക്യാരക്ടറിന് ഒരു പ്രോപ്പർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇല്ല, വെറുതെ കുറേ പാഷനൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഹൈ തന്നു എന്നല്ലാണ്ട് ഓവറോൾ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഇത് സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് പ്ലീസ് ഡു കമൻറ്റ്.